എത്തടാ കാണിക്കണേ? മാറിയില്ല പോ. ഇത് എന്തുവേട്ടാ ഇത്? എന്ത് കീടാണോടാ? മുഴുവൻ അവിടെ ഇവിടെ എല്ലാം കീടാണ്. പിന്നെ രക്ഷയില്ല. ഇത് കയ്യിന്ന് പോയി. ഒരു കയ്യിൽ നിന്ന് പോയില്ല. നീ ചുമ്മാ മൂത്ത് അവിടെ ഇല്ല. എന്ത് അച്ഛാ, ഞങ്ങള് കുളിക്കാൻ പോണ വഴിക്ക് കുളിച്ചില്ലേ ഇതുവരെ? കുളിക്കാൻ പോണ വഴിക്ക് കണ്ണൻ അപ്പച്ചിയുടെ മുറിയിലേക്ക് ഓടിക്കുന്നു. അയ്യോ, എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് മിസ്. ഞങ്ങൾ ഓടിച്ചെന്ന് പിടിച്ചില്ലായിരുന്നേ കണ്ണനെ കീടാനും പിടിച്ചേനെ. അയ്യോ, നിങ്ങൾ അവനെ കൊണ്ട് തേച്ച് കുളിപ്പിക്കുക. എന്നിട്ട് പോയി നിങ്ങളും പോയി കുളിപ്പോ. എന്തടി നീ ഇങ്ങോട്ട് പറഞ്ഞേ? അവിടെ ഇല്ലേ? ഇങ്ങോട്ട് വരണ, ഞങ്ങൾ കണ്ണനെ തരില്ല. ശരി ചേട്ടൻ എന്തോ ഈ പിള്ളേരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? എന്താ പറഞ്ഞു? എന്തോ ഈ പിള്ളേരോട് എന്തുവാ എന്ത് പിള്ളേരോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നെന്ന്? നിന്റെ റൂം ഒരു കീടാണെന്നല്ലേ അവൻ അങ്ങോട്ടൊന്നും കയറല്ലെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത്? പിന്നെ അപ്പച്ച കണ്ട പോയി ഓടിക്കളാനും പറഞ്ഞു. ചേട്ടാ എന്തടി ഞാൻ കണ്ടപ്പോയി ഓടാനെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു ചേട്ടാ എന്തോ ഈ കാണിക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ റൂമൊക്കെ വൃത്തിയാക്കാറുണ്ട്. നീ അങ്ങോട്ട് മാറുന്നില്ല. അങ്ങോട്ട് പറ. എന്റെ റൂമൊക്കെ ഞാൻ വൃത്തിയാക്കാറുണ്ട് ചേട്ടാ. കീടാണോ ഒന്നും ഇല്ല അതിനകത്ത്. തൊടല്ല നീ. സുമേ നീ നിക്ക്. നീ റൂമൊന്നും വൃത്തിയാക്കാറില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രമൊന്നുമല്ല, അളിയനുണ്ട്. എന്റെ പൊന്ന് സുമേ, നിനക്കൊന്നും തമ്മിൽ തല്ലിക്കാതിരിക്കാൻ പറ്റുമോ? എടി തമ്മി തല്ലിക്കാൻ വേണ്ടി ചെയ്തൊന്നുമില്ല. ചേട്ടന്റെ വൃത്തിപ്രാന്തി ഉപയോഗിച്ചേ നിന്നെ ബുദ്ധിയുള്ള മനുഷ്യസ്ത്രീയാക്കാൻ അളിയൻ ചെയ്തതാ. ശിവേട്ടനോ? ആ. എന്താ ചേട്ടാ ശിവേട്ടൻ പറഞ്ഞേ? ഞാൻ വരുന്നില്ല. എന്തോ പറഞ്ഞേ? നിനക്ക് ഒട്ടും വൃത്തിയില്ല അല്ലേടി? നീ ഒരു ചുരിദാർ തിരിച്ചും മറിച്ച് 2 ആഴ്ച ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ല അവൻ. ബെഡ്ഷീറ്റ് കഴിവില്ല, ബാത്റൂം കഴിവില്ല, താൻ തുടക്കൂല. നിന്റെ വൃത്തിയില്ല. ഇവിടെ എല്ലാവർക്കും അസുഖം വരും. ഡിസ്റ്റൻസ് ഇട്ടുന്നില്ല. തുപ്പലിറങ്ങി. എന്തോ ഇത്? എനിക്ക് വൃത്തിയില്ല. എന്റെ ദേഹത്ത് മൊത്തം കീടാണോ അന്ന് പിള്ളേരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നാത്തൂൻ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്തോന്നോ എന്തോ നമ്മുടെ മക്കളെ നമ്മളെ തന്നെ സൂക്ഷിക്കണ്ടേ? വൃത്തിയില്ല ഒരുത്തനും. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ആ ഡോക്യുമെന്ററി കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തോണ്ടിരിക്കണത്. നമുക്ക് നീ തൊടല്ലേ? അങ്ങോട്ട് മാറിയില്ലേ? എനിക്ക് കുളിക്കണം. ഒന്നുകൂടെ കുളിച്ചോ, ഇറങ്ങാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്റെ ദൈവമേ, എങ്ങനെയാണെന്ന് മനുഷ്യന്? ഇതാ ഞാൻ ഡോക്യുമെന്ററി ഒന്നും കാണാത്ത. മൊത്തം വാടക ഇവിടെ. നിങ്ങൾ എന്താ ചേട്ടനോട് പറഞ്ഞേ? അത് ഇങ്ങനെ പറഞ്ഞാൽ തൊലികളായി പോകുന്നു. അതല്ല, നിങ്ങൾ എന്നെ പറ്റി എന്താ ചേട്ടനോട് പറഞ്ഞെന്ന്? നിന്നെ പറ്റിയോ? നിന്നെ പറ്റി എന്തോന്ന് പറയാ? നിന്നെ പറ്റി ഞാൻ എന്തോന്ന് പറഞ്ഞ? ഞാൻ മറന്നുപോയി. എവിടെ പോവാ? ഞാൻ വിളിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഞാൻ ഒരു ഡ്രസ് 2 ആഴ്ച ഇടുമെന്ന് പറഞ്ഞോ? അയ്യോ, ഞാനല്ല പറഞ്ഞത്. സുമേഷ്, എനിക്കറിയാം. സത്യം സുമേഷാണ് പറഞ്ഞത്. ഈ റൂം വൃത്തിയാക്കത്തില്ലെന്ന് പറഞ്ഞോ? ഈ റൂം വൃത്തിയാക്കത്തില്ലെന്ന് പറഞ്ഞോന്ന്? അങ്ങനെ അത് ഞാൻ പറഞ്ഞു. ഈ റൂം ഒന്ന് നോക്കിക്കേ നിങ്ങൾ. അവിടെ നോക്ക്. ഇങ്ങോട്ട് നോക്ക്. കണ്ടോ എന്തോ ഒരു കുഴപ്പം? ഇതിന് കണ്ടിട്ട് അങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ലേ? എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് വൃത്തിയാക്കി കൂടെ? അത് പിന്നെ നീ ഇത്രയും കഷ്ടപ്പെട്ട് അലങ്കോലപ്പെടുത്തിട്ടേക്കുന്നത് ഞാൻ ഇനി കൈവച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ? ചുമ്മാ എന്തെന്ന് അറിയാൻ വേണ്ടി വന്നേളിയാ. കുലദ്രോഹി, നീയാണല്ലേ കൂടെ തന്നെ പറ്റിയത്. അപ്പൊ സിറ്റുവേഷൻ എങ്ങനെ ഞങ്ങൾ പറഞ്ഞു പോയി ഉള്ളതാണ്. ഇതുകൊണ്ടാണ് ഈ വീട്ടിലുള്ള എല്ലാരും പറയണത് നിന്നെ ഒരു കാര്യത്തിന് കൂട്ടല്ലോ. നിങ്ങൾ എല്ലാരും കാരണം ആ പിള്ളേർ എന്നെ കാണുമ്പോഴേ പേടിച്ചോടുക. ഞാൻ കീടാണുക്കളുടെ കൂടാരമാണെന്ന് പറഞ്ഞു. അല്ല, അത് ചിലപ്പോൾ ജീവിതത്തിൽ സിറ്റുവേഷൻ ഉണ്ടാകും. നീ അത് ഹാൻഡിൽ ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ കിളി നന്നായിട്ടില്ല. ആദ്യം നീ നന്നാവും തുരുമ, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാം. ഇത് ആക്രിക്കടയോ? ഇതിനകത്ത് ആരും അതാ കയറാത്തേ. നിങ്ങൾ ഇപ്പൊ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? അവനിപ്പോഴും അവിടെ കുളിച്ചോണ്ടിരിക്കണോ? പിന്നല്ലാതെ പിള്ളേര് പറയുന്ന സമനില തെറ്റിന്ന് ചുമ്മാ പറയുന്നതാടി. ഇതേ എൻ്റെ ഇത് കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാ. ഇന്നത്തെ ദിവസം മുഴുവൻ കുളിച്ചാലും ഞാൻ 10 പൈസ ഇറക്കൂല. അതിവിടെ എല്ലാവർക്കും പണ്ടേ അറിയാവുന്ന. എന്തോന്ന്? നിങ്ങൾ കയ്യിൽ നിന്ന് 5 പൈസ മുടക്കൂലെന്ന്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ ഇത് അഭിനയൊന്നുമല്ല.
ആ എന്നാ നീ വിശ്വസിക്കണ്ട. അമ്മേ അച്ഛാ ഒന്ന് ഓടി വന്നേ, ഇങ്ങോട്ട് ഇറങ്ങ. അയ്യോ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ എന്ത് പറ്റി? ഇവനൊന്നും ഇങ്ങനെ നിൽക്കുന്ന സോപ്പിട്ട് കുളിച്ചിട്ട് കീടാണ് ചാവുന്നില്ലെന്ന് പറഞ്ഞ് ഡിറ്റർജന്റ് കുളിച്ചിരിക്കുന്നു. എടി ഇത് മേക്കപ്പ് അടിയിലേ നമ്മളിത് എത്ര കണ്ടിരിക്കുന്നത്. ഡേയ് മതിയാക്കടേ നിന്റെ അഭിനയം. എന്റെ പൊന്നച്ഛ, ഒരാൾ ദേഹം മുഴുവൻ പൊള്ളി ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ സംസാരം സംസാരിക്കുന്നത്. അയ്യോ ഇതാ പറ്റിയത്. ഡിറ്റർജന്റ് ഇട്ട് കുളിച്ചെന്ന്. എന്റെ ചേട്ടാ ഒരു മിനിമം ബുദ്ധി കാണിച്ചൂടെ ചേട്ടന്? കീടാണുക്കൾ ചാവണ്ടേ വെങ്കിളി? ഇനിയും കുറച്ചുകൂടെ കീടാണുക്കൾ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഇനിയുമല്ലേ ഡിറ്റർജന്റ് ഇട്ട് കുളിച്ചാൽ മതി, എന്നാലേ കീടാണുക്കൾ ചാവുള്ളൂ. സോപ്പൊന്നും കീടാണുവിന് ഒരു പ്രശ്നമല്ല. ഡിറ്റർജന്റ് ഇട്ട് നന്നായിട്ട് തേച്ച് കുളിക്കണം. ആ ഡോക്യുമെന്ററി ചെയ്തവനെ കിട്ടുന്ന അവന്റെ ചെമിക്കൽ അടിച്ച് പൊട്ടിക്കരുന്നുണ്ട്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇത് ഇങ്ങനെ അവസാനിക്കും. എടാ നോയിക്കണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോടാ. അതെന്തിന്? അത് പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് കാറ്റുവിട്ടാൽ മാറിക്കോളൂ. ഈ പൊള്ളല് കാണിക്കാനല്ല, അവന്റെ കീടാണ് ഭ്രാന്ത് കാണിക്കാൻ. ഓ സൈക്കാട്രിസ്റ്റിന്റെ അടുക്കെ കൊണ്ടുപോവാൻ. ഞാൻ വരെയൊന്നുമില്ല. സൈക്കാട്രിസ്റ്റിന്റെ കയ്യിൽ മുഴുവൻ കീടാണുക്കളായിരിക്കും. ഇതാളെ ചുമ്മാ ഇരളിയോ, നമുക്ക് പോണം, എന്തായാലും പോയാൽ പറ്റൂ. ഞാൻ വരൂലെന്ന് പറഞ്ഞല്ല, പിന്നെ എന്തോന്ന്? പിടിച്ചോണ്ട് പോടാ. തട്ടിപ്പൊക്കെ തോളെ കയറ്റളി അങ്ങോട്ട്. പിടിച്ചോണ്ട് പോടാ. സുരേഷ് ചെല്ലടാ, കൂടെ ചെല്ല്, കൂടെ ചെല്ല്. ഞാൻ പറഞ്ഞോ, ഇനി ഞാൻ പറഞ്ഞോടേ. തൃപ്പം തൃപ്തിയായ ഓ അപ്പൊ ആക്ടിങ് അല്ലായിരുന്നല്ലേ? എന്തൊരു സ്വഭാവം അച്ഛാ ഇത്? എന്ത് സ്വഭാവ ചാച്ചല്ലേ? എന്തൊരു സ്വഭാവമാ നിങ്ങളുടെ? എന്താ സ്വഭാവമാണാ?